എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ഇന്ന് കുറച്ച് ഡൗൺ ആണ്. അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഹെവി മൂവ്മെൻറ്റ് ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയറിൻ്റെ ഒരു ബെനിഫിറ്റ് എടുത്ത് നല്ല ഹെവി മൂവ്മെൻറ്റ് ഏകദേശം 900 പോയിൻറ്റിന് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നിവിടെ നോക്കിയാൽ നമുക്കറിയാം കൃത്യം ഹൈയുടെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഇവിടെ സി പി ആർ വെച്ച് ഇവിടെ എൻട്രി എടുക്കുന്നവർക്ക് സൂപ്പർ പ്രോഫിറ്റ് ആയിരുന്നു. ഓപ്ഷൻ ഇവിടെ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടെ നമ്മളൊരു പ്രാവശ്യം എടുത്താൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഏകദേശം 350-360 പോയിന്റ് വൺ സൈഡ് മൂവ്മെൻറ്റാണ്. പിന്നെ താഴെ പിന്നെ ഒരു പ്രാവശ്യം പോലും മാർക്കറ്റ് കവറിങ് കിട്ടിയില്ല. മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയും സെയിം അതുപോലെ തന്നെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഹൈ വന്നിട്ടില്ല. ജസ്റ്റ് ഇതിനുള്ളിൽ അതായത് സി പി ആറിനുള്ളിൽ ചെയ്ത് ജസ്റ്റ് ഹൈയിൽ ട്രേഡായി. അതിനുശേഷം തിരിച്ച് കണ്ടിന്യൂസ് ഇറക്കമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഒരു ഹെവി മൂവ്മെൻറ്റിനൊരു ഹാങ് ഓവർ പോലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിൽ. ഷെയർസിനകത്തൊക്കെ നല്ല ചാൻസുകളുണ്ടായിരുന്നു. പിന്നെ ഷോർട്ട് സെല് ചെയ്യുന്നവർക്ക് നല്ല ചാൻസുകളുണ്ടായിരുന്നു. ഇപ്പം വോളറ്റിലിറ്റി ഇൻഡെക്സ് കുറഞ്ഞ് വരുന്നുണ്ട്. 18 നിൽപ്പുണ്ട്. അപ്പം വലിയതായിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു 24,500 നിഫ്റ്റി ഒരു പ്രാവശ്യം 24,500 താഴെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കണക്ഷൻ 24,500 എന്ന് പറയുമ്പോൾ സിമ്പിളാണെന്ന്. ഓപ്പണിങ്ങിൽ ഒരു ചെറിയ ഡൗൺ അടിച്ചാൽ പോലും വരും. എന്നിട്ട് ഈ റേഞ്ചിൽ കൺസോളിഡേഷൻ നടക്കണം. കൺസോളിഡേഷൻ നടന്നില്ലെങ്കിൽ ഒന്നീ കൺസോളിഡേഷൻ ഹൈയിൽ കൺസോളിഡേഷൻ നടന്നിട്ട് പിന്നെ ഹൈയിലോട്ട് പോകാൻ ചാൻസ് കൂടുതലുണ്ട്. അതല്ല എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ഹൈയിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. അതായത് 25, 100, 200 ആ റേഞ്ചിലോട്ട് മാക്സിമം ഇപ്പോഴത്തെ റേഞ്ചിൽ പോകത്തുള്ളൂ എന്ന് എൻ്റെ ഒരു കണക്കൂട്ടല. പക്ഷെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ഇറങ്ങാനും ചാൻസ് ഉണ്ട്. ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ആൾക്കാരൊക്കെ ഈ ഹൈ റേഞ്ചിലൊക്കെ ഷെയറുകളും ഓപ്ഷൻസും ഒക്കെ ബൈയിങ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കിട്ടുവാണെങ്കിൽ ഷോർട്ട് സെല്ലിന് ചാൻസ് എടുക്കുക. നമുക്ക് ഇന്നലെ നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. 17-18 ഷെയർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് 5-6 ഷെയർ നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. IFGയിലാണെങ്കിൽ പോലും നോക്കട്ടെ, ഓപ്പണിങ്ങിൽ തന്നെ R1 ഇത് ഹൈ അടിച്ച 59 അടിച്ചതിന് ശേഷം അത് 36 വരെ വന്നിട്ടുണ്ടായിരുന്നു. 36, 25 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് 2 ക്യാൻഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷവും വന്നിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ഹൈ അടിച്ചു. ഇവിടെ ഹൈ അടിക്കുന്നുണ്ട്. ഈ ഹൈ അടിച്ചതിന് ശേഷം നമ്മൾ ഇന്നലെ നോക്കുന്നത് എന്താണ്, അടുത്ത ലെവലിൽ പോകുന്നത് നോക്കണം. പോയില്ല, തിരിച്ച് വീണ്ടും ഇവിടോട്ടാണ് ഇറങ്ങുന്നത്. ഇവിടോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും എൻട്രി എടുത്താൽ നമുക്കൊരു 50 റേഞ്ച് എടുത്താൽ നമുക്ക് ഒരു 42-8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഹൈയിൽ പോയി ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് 2 എൻട്രി നല്ല രീതിയിൽ കിട്ടി. ഗിന്നി ഫിലിമിനകത്ത് ഓപ്പണിങ് R1 മുകളിൽ ഇവിടെ ഓപ്പണായി, R2 മുകളിൽ പോയി ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് 35-86 റേഞ്ചിൽ നിന്ന് എടുത്താൽ നമുക്ക് ചെറിയ ഷെയറിൽ 33-26 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. മാൻ ഇൻഡസ്ട്രീസിനകത്തും ഓപ്പൺ ക്യാൻഡിൽ R1 മുകളിൽ ഓപ്പണായി, R2 മുകളിൽ പോയി, അതിനുശേഷം R2 താഴോട്ട് ഇറങ്ങി. ഇവിടെ ഇറങ്ങി 341-75 എൻട്രി എടുത്താൽ നമുക്ക് ഒരു 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും തിരിച്ച് ഇവിടെയാണ് ഹൈ, ഇതാണ് ഹൈ. അതിനുശേഷം വീണ്ടും R2 മുകളിൽ പോയി വീണ്ടും തിരിച്ചിറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം നല്ല എൻട്രി അതിനകത്തുണ്ട്. KPEL-നകത്ത് വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. ഇവിടുന്ന് അവർ ചെറിയ ഇതൊക്കെ പക്ഷേ ഹെവി മൂവ്മെൻ്റ് ആണ്. പെട്ടെന്ന് വന്ന് വരുമ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അഥവാ ഇവിടെ കിട്ടിയവർക്ക് 420 എന്നത് 411 കിട്ടുന്നുണ്ട്. ബജാജ് ഇലക്ട്രിക് ഇവിടെ നോക്കിയാൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി, അതിനുശേഷം ഇറങ്ങി 624 റേഞ്ചിൽ നിന്ന് പിന്നെ 605 20 രൂപയ്ക്ക് അടുത്ത് അതും തരുന്നുണ്ട് പ്രോഫിറ്റ്. ഗുഡ്
ലക്ക് ഇവിടെയാണ് ഒരു പ്രാവശ്യം ഹൈ അടിച്ചു, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇവിടെ ഇറങ്ങി. ഇവിടെ 708 എന്നത് 788, അതിനകത്ത് 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ചാൻസ് ഇല്ല. ഗരുഡയ്ക്കകത്ത് ഇവിടെ നമ്മൾ 104.78 2 എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 101 രൂപ സ്റ്റോപ്പ് ലോസ് എടുക്കും. അതിനുശേഷം പിന്നെ വലിയ മൂവ്മെൻറ്റ് തന്നിട്ടില്ല. സിർമ എന്ന് പറയുന്ന ഷെയറിനകത്ത് അതിനകത്ത് ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു 47 എന്നത് 40 വരെ വരുന്നത്, 7 രൂപയ്ക്ക് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുപോലെ 57 എന്നത് 53 വരെ ചെറിയ പ്രോഫിറ്റാണ്. താജ് ജീവിക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് സിപ്പാൻ മുകളിൽ ഓപ്പണായി ഒരു ഹൈ ഇവിടെ വരെ പോയി. അതിനുശേഷം സിപ്പാൻ്റെ ലോ ലെവല് ഇത് ചെയ്ത് വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ട്. ഇവിടെയാണ് ഒരു ചാൻസ് തരുന്നത്. ഇവിടെ 419 എന്നത് ചെറിയൊരു ചാൻസ് ഉണ്ട്, പക്ഷേങ്കിൽ അത് ഹൈ അടിക്കും. ഇത് നോർമൽ നമ്മളെടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, 423 അടിക്കും. പക്ഷേങ്കിൽ ഹൈ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട അടുത്ത ലെവലിൽ പോകുന്നുണ്ടോ ഇല്ല. അതിനുശേഷം ഇവിടെയാണ് തിരിച്ച് വീണ്ടും പഴയ ലെവൽ കട്ട് ചെയ്യുകയാണ്. പഴയ ലെവൽ കട്ട് ചെയ്താൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യത. അത് അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. 419 എന്നത് 401 രൂപ 18 രൂപ പ്രോഫിറ്റ്. ഇവിടെ ഒരു 5 രൂപ ലോസ് അടിക്കുന്നുണ്ടെങ്കിൽ രണ്ടാം പ്രാവശ്യം അത് നല്ല പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഷെയർസിനകത്ത് ചാൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒത്തിരി ഷെയർ നോക്കേണ്ട കാര്യമില്ല, ഇതുപോലൊക്കെ സെയിം തന്നെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷെയർ ഈ ഒരു ലെവലിൽ മൂടിപ്പോയതിന് ശേഷം തിരിച്ചിറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കുക. ഇവിടെ നമുക്ക് റീസണബിൾ പ്രോഫിറ്റ് തന്നെങ്കിൽ ബുക്ക് ചെയ്യുക. അതല്ല തിരിച്ച് മൂളിക്കിരിപ്പ് ഹൈ അടിച്ചെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നു നോക്കുക. അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് എടുക്കാം. അതല്ല വീണ്ടും പഴയ ലെവൽ തന്നെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് കൂടുതലാണ്. ഇതിനകത്ത് അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷെയറിനകത്ത് രണ്ടാം പ്രാവശ്യം വീണ്ടും ഹൈ അടിച്ചിട്ട് അടുത്ത ലെവലിൽ പോകാതെ തിരിച്ചിറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പല ഷെയറിനകത്തും നോക്കിയാൽ മതി, നല്ല ചാൻസ് അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ചെയ്ത ട്രേഡിനകത്തുള്ള കാര്യങ്ങൾ. വേറെ ഷെയറിനകത്ത് ചാൻസ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ നോക്കുക. വീഡിയോ ചുമ്മാ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ 16 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൊറമാൻഡൽ എന്ന് പറയുന്നത് ഇത് ഓപ്പണിംഗ് ഈ ഷെയർ വന്നിട്ട് ഇതിൻ്റെ ആവറേജ് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ആവറേജ് 2455 ഓപ്പണിങ്ങിൽ ഇത് ചിലപ്പോൾ ഇതിന് മുകളിലോട്ട് കയറി വന്നിട്ട് ഈ ലെവലിൽ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് ഇറക്കമായിരിക്കും പോകുന്നത്. അതല്ല ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടി 2500 അടിച്ചിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളായിരിക്കും കിട്ടുന്നത്. പക്ഷേങ്കിൽ അത് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കിട്ടിയാൽ ഏറ്റവും നല്ലത്. ഈ ഹൈ അടിച്ചിട്ട് വരുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഷെയർ. ഈ രണ്ട് ഷെയറും 20%. അപ്പോൾ ഈ 20% അടിക്കുന്ന ഷെയറുകൾ നോർമൽ R1 R2 റേഞ്ചിലോട്ട് ഓപ്പണിംഗ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ താഴോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. DYCLനകത്ത് വോളിയം 11 ലക്ഷം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കൂ, ഇതിൻ്റെ നോക്കട്ടെ എൻ്റെ ക്ലോസിങ്. DYCL അതെ, ഇത് വന്നിട്ട് 12 മണിക്ക് അപ്പർ ലോക്ക് ആയത്. അതിനുശേഷം അതിനകത്ത് വോളിയം ട്രേഡിങ് ചെറിയ ട്രേഡ് നടന്നിട്ടുണ്ട്. സെല്ലിങ് മാത്രമേ നടന്നിട്ടുള്ളൂ, ബൈങ് ഇല്ല. അത് ലോക്കായി നിൽക്കുമായിരുന്നു 12 മണിക്ക് ശേഷം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ്. അപ്പം നാളെ ഇത് പക്ഷേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ഹൈയിൽ വന്നിട്ട് ഇറങ്ങി വരാനാണ് ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ DYCL എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കാനകത്തുനിന്ന് R1 R2 റേഞ്ച് എന്നൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇത് ചിലപ്പോൾ നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ 52 വീക്ക് ഹൈ വന്നിട്ട് 40-55. ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല നമുക്കിത് കണ്ടില്ലേ, R1 തന്നെ 40-23 കാണിക്കുന്നത്. അപ്പം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 രൂപയ്ക്ക് ഇറങ്ങിത്തരും. കെയർ റേറ്റിംഗ് നല്ല റിസൾട്ടാണ്. റിസൾട്ടിൻ്റെ മൂവ്മെൻ്റാണ് ഈ കാണിക്കുന്നത്.
571. ഇതിൻ്റെ ഇയർ ഹൈ നോക്കി ഇവിടെ നോക്കിയാൽ 1571. ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഇത് R1-ഉം ഇയർ ഹൈയും തമ്മിൽ അടുത്തടുത്ത. അപ്പോൾ ഈ ലെവലുകളിൽ നിന്നൊക്കെ സെല്ലിങ് വരാം. തൻല സൊല്യൂഷൻ ഇത് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ലാസ്റ്റിൽ. ഇത് R1 R2 റേഞ്ച് ചിലപ്പോൾ ഇന്നത്തെ മൂവ്മെൻ്റ് കണ്ടിട്ട് നാളെ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ആവറേജ് പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാൻ പറ്റും. സുവൻ റിസൾട്ട് മോശമാണ്, അത് 52 ഹൈയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നാളെ ഇതിൻ്റെ ഇയർ ഹൈ ആണ്, ഇയർ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് കിട്ടും. നെൽകാസ്റ്റ് നോക്കുക, വോളിയം കുറവാന്ന് തോന്നുക. ഈ ഷെയർ കഴിവത് ഒഴിഞ്ഞിരിക്കുക. വേറെ ഷെയറിനകത്തൊന്നും കിട്ടിയില്ല, ഇതിനകത്ത് ചെറിയ ചെറിയ എൻട്രി കിട്ടുവാണെങ്കിൽ എടുക്കുക. BDL-നകത്ത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. BDL നാളെ 1800 മുകളിൽ പോയിട്ടൊക്കെ 1800 ഇപ്പോൾ 1805 പോയിട്ട് 1800 താഴോട്ട് വരുവാണെങ്കിൽ അവിടെ ഒരു എൻട്രി എടുക്കുക. 5 രൂപ റിസ്ക് എടുത്ത്. അതല്ല 1770 75 പോയിട്ട് 70 കട്ട് ചെയ്താൽ നമുക്ക് അവിടെ എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇന്ത്യ ഗ്ലൈക്കോൾ 6% ആണ്. അപ്പോൾ ഈ രണ്ടിൽ എനിക്ക് ഈ ലെവലിൽ കിട്ടും. ഓപ്പണിംഗ് പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് ഈ ലെവലിൽ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് ഇറങ്ങാൻ. R2 ലെവൽ. BSCക്കകത്ത് ബോണസോ ഏതാണ്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് കയറി പോകുന്നത്. BSCക്കകത്ത് ഈ ലെവൽ, അതായത് 7500 പോയിട്ടൊക്കെ ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ഇതിനകത്ത് വലിയ ഷെയർ ആണ്ട് കഴിവ് ഒഴിഞ്ഞേക്കുക. നാം ഇന്ത്യ ഹൈ R1 റേഞ്ച് നോക്കുക. റെഡിങ്ടൻ്റെ ഈ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് 300 ലെവലിൽ ഒരു പ്രാവശ്യം പോകും. പെട്ടെന്നായിരിക്കത്തില്ല, 2-3 അല്ലെ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ആയിരിക്കാൻ പോകുന്നത്. പക്ഷേ ഇത്രയും ഹൈയിൽ പോയി ബൈ ചെയ്യുന്ന റിസ്ക് ആണ്. പക്ഷേ നമുക്ക് ചാൻസ് സെല്ലിങ്ങിന് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കുക. ഈ R1 എന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കാം. നസാര ടെക്നോളജി ഈ ഹൈ R1 R2 ഈ 2 റേഞ്ചും നമുക്ക് നോക്കാം. കൊറമാൻഡിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഷെയറുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കുക. നമ്മുടെ സ്ട്രാറ്റജി CPR-ൻ്റെ നമ്മുടെ ഷോർട്ട് സെല്ലിൻ്റെ ആ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ചാൻസുകൾ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ട്രേഡ് എടുക്കുക. റിസ്ക് നമ്മുടെ ഇതനുസരിച്ച് ചെയ്യുക. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിലായിരിക്കണം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നാളത്തേനുള്ളത്. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.